കൈരളി ആർട്സിന്റെ രണ്ടാമത് കലോത്സവം ഞങ്ങൾ അഭിമാന പുരസ്കാരം നിങ്ങൾക്കായി സമർപ്പിക്കട്ടെ. ദി എയർപോർട്ട്. ജീവിതത്തിന്റെ അർത്ഥമന്വേഷിച്ച് അകലങ്ങളിലേക്ക് പറക്കുന്നവരും അകലങ്ങളിൽ നിന്നും ഇവിടേക്ക് പറക്കുന്നവരും ഇതുവഴി വരികയും പോവുകയും ചെയ്യും. അവരുടെ ആരുടെയെങ്കിലും ജീവിതത്തിലെ ഒരു നിമിഷം നിങ്ങളുടെ ജീവിത ചിന്തകളിൽ ഏതെങ്കിലും നിമിഷമായി തീരുന്നുവെങ്കിൽ ഞങ്ങൾ തരുകയായി. ദയവായി ഇതിലെ കഥയും കഥാപാത്രങ്ങളും ഏതെങ്കിലും ഒരു പ്രത്യേക വിമാനത്താവളവുമായി കാണാറുണ്ട്. സൗകര്യപ്രദമായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള വിമാനത്താവളം ഈ നാടകാസ്വാദനത്തിന് വേണ്ടി കാണും. പക്ഷേ ജീവിച്ചു തുടങ്ങിയവർക്ക് ജീവിത ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരമാണ് യാത്ര. അല്ലാതെ നമുക്കതെന്തിനും ഏതിനും മാറാം. Your attention please. Passengers for flight number 111 leaving at 7 a.m. to Dubai are requested to report for security check-up immediately. Please make sure that you are not carrying any explosives, narcotics or any other dangerous materials along with you while traveling. We wish you a happy flight. Thank you. ഡ്യൂട്ടി അസിസ്റ്റൽ മാത്രം പോരാ, അതിനുള്ള എന്താണ് ഒരു മുസ്ലിംകാരെ പോലും അതിന്റെ ലിസ്റ്റ് കൃത്യമായിട്ട് ഇന്ന് വന്ന് മുഴുവൻ വരെയും ഞാൻ റിപ്പോർട്ട് ചോദിച്ചാൽ എനിക്ക് കിട്ടിയിരിക്കണം. ഞാൻ പോലും പറയാതെ കസ്റ്റംസ് കൗണ്ടറിൽ കയറി ഇറങ്ങി ഇങ്ങനെ ഒരു നിർദ്ദേശം എന്താണ്? ആ മനുഷ്യൻ ആരാണ്? എനിക്കൊന്നും മനസ്സിലാകും. ഇനി കസ്റ്റംസിനെ പരിശോധിക്കാൻ വേണ്ടി ഏതെങ്കിലും ഇന്റലിജൻസ് വിങ് ആണ് ആണെങ്കിൽ പോലീസ് കുറെ സമയമായാണ് സംശയിക്കുന്നു. എനിക്കും സംശയമുണ്ട് സാർ. ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആണെങ്കിൽ തന്നെ ഇതൊരു ഫാക്ട് ഇൻവെസ്റ്റിഗേഷൻ അല്ല. ആണെങ്കിൽ സ്ഥലം വ്യക്തമാണ് പോകാൻ. പിന്നെ എന്താ അതിലെ കളി? ഇനി വരെ രഹസ്യം ചോർത്തിയെടുക്കുന്ന ഭീകര സംഘങ്ങൾ ഈ നാട്ടിലുണ്ട്. ഉണ്ടെങ്കിൽ അവരുടെ പ്രതിനിധിയാണ് വേണ്ടായാലും ഒരു പരീക്ഷണം വേണ്ട. പോലീസ് റിപ്പോർട്ട് ചെയ്തു സാർ. അവർ വേണം ചെയ്യും സാർ. ഈ ബാഗ് സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാൽ
Yes, sir. നിങ്ങൾ എത്തിയോളൂ. ഒന്നും കൂടെ വരാൻ ഞാൻ പറഞ്ഞോളൂ. പറഞ്ഞിട്ട് പോയാൽ വല്ലവരും വന്ന് വലിച്ചു ഉള്ള കാശ് എടുത്തിട്ട് പോകണം മിസ്റ്റർ. തമാശ പറഞ്ഞത് 2-3 വർഷം കാശ് തന്നോ? ഇല്ലെങ്കിൽ ഉണ്ടായിരുന്നു താൻ രക്ഷപ്പെടുന്നത് ഇതിൽ എഴുതിയിരിക്കുന്നത് ഇല്ല. ഞങ്ങൾ എന്തോടെ ക്യാമറ ഓഹോ, അപ്പൊ ഭാര്യ പറഞ്ഞിട്ട് കൊണ്ടുവരുന്നതൊന്നും ഡിക്ലറേഷനിൽ എഴുതണ്ട എന്നാണ് പറയുന്നത്. എല്ലാവരും ഭാര്യമാരുടെ പണം എടുക്കുന്നു. ഭാര്യയ്ക്ക് പോയാൽ പണം കൊണ്ടുപോയാൽ മതി. ആഹാ, നിന്റെ കൂട്ടുകാർക്ക് അവളുടെ പണം കാണാമെന്നാ? ജോഷേ, എന്ന് വിശദമായി വീശി പരിശോധിച്ച് അവരുടെ കൂട്ടുകാർക്ക് അവിടെ എന്തോ കാണണം. നിന്റെ തന്റെ ലേഡീസ് വാച്ച് താൻ ജോഷിയെ നീ ലേഡീസ് വാച്ചാണ്. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ പാസഞ്ചേഴ്സിന്റെ സാധനങ്ങളൊന്നും എടുക്കണമെന്ന്. വേറെ എങ്ങനെ വൈദ്യം കത്തിരിക്കുന്നു? അത് സിനിമയുടെ എന്റെ പിടുത്തട്ടിലെ അമ്മച്ചി എന്തൊരു നല്ല പേര്. എനിക്ക് എയർപോർട്ടിലാണ് ജോലി അത് ഞാൻ എന്തെങ്കിലും കൊണ്ട് പോയെങ്കിൽ അവർ ധരിക്കില്ല. എനിക്ക് എയർപോർട്ടിൽ അന്നോട്ട് എല്ലാ പോലീസുകാരെ ഞാൻ പറ്റുന്നു. പക്ഷേ ഒരു ഫോറിൻ്റെ അടുത്ത് മാത്രം ഞാൻ വരാൻ കൊണ്ടുവരുന്നു എന്ന് വെച്ചാ തനിക്ക് ഈ വാച്ച് വേണമെന്ന് തനിക്ക് നേരത്തെ പറയാൻ പാടില്ല. ഇവിടെ എയർപോർട്ടിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഒരു പോലീസുകാരൻ ഒരു ലേഡീസ് വാച്ച് എടുത്തു ഈ പേഴ്സക്കാരൊക്കെ മുടിയോടെ അതുകൊണ്ട് താൻ ഒരു ലേഡീസ് വാച്ച് കൊണ്ട് ചെന്നില്ല എന്ന് വെച്ച് തന്റെ പെണ്ണുമ്പളെ പണി നോക്കുന്നത്. അതുപോലെ അങ്ങനെ ഈ സാർ ഒരു വാച്ച് കൊണ്ട് കൊടുത്തില്ല എങ്കിൽ വാച്ച് കൊണ്ട് കൊടുക്കുന്ന വേറെ സാറന്മാരുടെ കൂടെ ഈ സാറിനെ കണ്ണു കൊടുക്കുന്നത് എന്ന് സൈക്കിളിൽ നിസാരമായ ഈ വാച്ചിന്റെ പുറത്ത് ഒരു കാമുകി നഷ്ടപ്പെടുന്ന ഒരു പോലീസുകാരന്റെ മാനസികാവസ്ഥ താൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അല്ല താൻ ആലോചിച്ചോ, അതിനൊക്കെ വന്നാണോ തന്റെ പെണ്ണുകളെ ഈ സാധനം? അല്ല സാർ. എന്നാ പിന്നെ ജോഷി വെച്ചു. പിന്നെ ജോഷി ഈ ജനത്തിന്റെ കാമുകിയെടുത്ത് പറയണം ഈ വാച്ച് സംഘടിപ്പിച്ച് തന്നത്. ഈ ചേട്ടനാണെന്നും ഇടയ്ക്കിടയ്ക്ക് ഒരു കണ്ണ് എന്റെ പേരും വെച്ചൊക്കെ പറഞ്ഞിട്ടെ. അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു താൻ തന്റെ ഈ ചെറിയ വാച്ച് പോലെ എന്ന് എത്തുന്നതിന് മുമ്പ് ഞാൻ എന്റെ ഈ വലിയ ബ്ലോക്കുമായി എന്ന് എത്തിയാലോ എന്ന്. ശരി സാർ. എത്ര മാസം ലീവ് ഉണ്ട്? 2 മാസം. 2 മാസം ലീവ് വേണം. കല്യാണം കഴിച്ചേ 2 മാസം കൊണ്ട് പരമാവധി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഓക്കെ സാർ. ജോഷി അതാണ് കൂടെ കാര്യങ്ങൾ. ഇല്ല സാർ. പിന്നെ ആരെ ഇന്നിട്ട് വഴിയുള്ള കടമ്പകളൊന്ന് നോക്കി കാണുകയായിരുന്നു. ഞാൻ എത്ര നേരമായി ക്യൂ കാത്തിരുന്നു. അവരെ ചെക്കിങ് കഴിഞ്ഞ് പുറത്തേക്ക് വിടണ്ടേ? അവിടെ എന്തോ വലിയൊരു ഭീകര പ്രശ്നമുണ്ട്. ഈ എയർപോർട്ട് അടക്കം ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ ഒരു ഭീകര ലാൻഡ് ചെയ്ത് ഓ, അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. അറിയാതെ തന്നെ സ്വന്തം മണ്ണിൽ കാലുവെത്തുവാൻ ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാവുന്ന കരുതിയില്ല. അല്ല സാർ, കൊണ്ടപ്പോൾ നാലതല്ലേ പരിശോധിച്ചു. ഈ പെട്ടിയിൽ എന്തൊക്കെയുള്ളത്? ഗോൾഡ്? ഇല്ല സാർ. റിയൽ ഗോൾഡ്? ഇല്ല സാർ. ഇലക്ട്രിക് ഗുഡ്സ്, വിസ വിസിറ്റ്? ഇല്ല സാർ. ആക്സിഡന്റ് ആയിട്ട് ഒന്നുമില്ലേ? ഒന്നുമില്ല. ഞങ്ങൾ പരിശോധിച്ചു. പിന്നെ ഗോൾഡ് അല്ല സാർ. പിന്നെ ഉടുത്തുപഴയുള്ള ഉടുമുണ്ടുകൾ വലിച്ചെറിയാൻ ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ടും ജീവിതത്തിൽ ഗതികേടുകളേറെ ഉള്ളതുകൊണ്ടും തൂത്ത് വിളിച്ച് വൃത്തിയായി കൊണ്ടുവന്ന കുറെ ഗൾഫ് വന്നത്. ഇനിയുണ്ടതാ ഒരു ഗൾഫുകാരന് വരം വിളിച്ചറിയിക്കാൻ ഒതുങ്ങുന്ന ഒരു പാട്ടുപെട്ടി. അതെ, ഒരു അറബി എടുത്ത് ഓടയിലേക്ക് വലിച്ചെറിഞ്ഞതാ. അതിൽ മാറ്റാനുള്ളതെല്ലാം മാറ്റിയപ്പോഴും മുടുക്കാനുള്ളതെല്ലാം മുടിക്കുമ്പോഴും ആ പെട്ടിയും പാടി. അറിയില്ല സാർ. പണം മാറുന്ന ഗൾഫിലിരുന്ന് ഞാനൊരു ഗൾഫുകാരനല്ല പോകുന്ന നിമിഷം ജീവിതത്തിൽ ഏറെ ഉണ്ടായിട്ടുണ്ട്. വീട്ടിലെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം തേടി അച്ഛന്റെ കത്തുകൾ വരുമ്പോൾ, ഗൾഫുകാരന്റെ മൂത്ത പെണ്ണിൽ കെട്ടുപ്രായം കഴിഞ്ഞ് കെട്ടുതനീസോടുകൊണ്ട് വീട്ടിൽ തിരുപ്പാണെന്ന് ഓർക്കുമ്പോൾ, ആ തീ പറയുന്ന വീട്ടിന്റെ അടുത്തേക്ക് വരും കല്യാണത്തിന് സ്വന്തമാണെന്ന് ഓർക്കുന്നു.
കുടുംബരക്ഷയ്ക്ക് വേണ്ടി കുടുംബം വിറ്റ് വരുന്ന ഞാനും ഗൾഫിലേക്ക് വന്നത്. 40,000 രൂപ കൊടുത്ത് വാങ്ങിയ ഒരു കമ്പനിയിൽ സാർ. അവിടെ ചെന്നപ്പോൾ കമ്പനി ഇല്ല, സ്പോൺസറില്ല. അറിയാവുന്നതാണ് ഞാനൊരു അറിയപ്പെട്ടെ. പിന്നെ ആരുടെയൊക്കെ സഹകരണം കുറച്ചാൽ ജീവിച്ചു. പക്ഷേ ഒരിക്കൽ പിടിക്കപ്പെട്ടു. ഗൾഫ് ജീവിതത്തിന് ആവശ്യമായ രേഖകളൊന്നുമില്ലാത്ത പിന്നെ തടവറ. ആ തടവറയിൽ കിടന്ന് ഞാൻ എന്നെ തന്നെ ശ്രമിച്ചു. എന്നെ കുറിച്ച് ജീവിക്കുന്ന എന്റെ കുടുംബത്തിന്റെ ഓരോരുത്തരെ കുറിച്ച് ഞാൻ കണ്ണീരില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടത്തുരത്തിന്റെ വാർത്ത അങ്ങ് അവിടെയും എത്തിയതേ. അച്ഛനും അമ്മയും പെങ്ങന്മാരും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുന്നു, വിഷം കുടിച്ച് മരിക്കുന്നു, കയറി തൂങ്ങി മരിക്കുന്നു. എങ്കിലും ഈ പെട്ടിക്കുന്ന ചോദ്യത്തിന് ഇനിയുള്ള സഹോദരങ്ങൾ തടവിൽ കിടന്ന് തന്നെ പഴയ സ്പോൺസർ അദ്ദേഹത്തിന്റെ വീട്ടിൽ എനിക്കൊരു ജോലി തന്നു, വീട്ടുകാവൽ. അങ്ങനെ വലുതല്ലാത്തൊരു ചെറിയ ശമ്പളം ഞാൻ വീട്ടിലേക്ക് അയച്ചു തുടങ്ങി. വീട്ടിലെ പട്ടിണി മാറി. അങ്ങനെ എനിക്ക് വീട്ടിൽ നിന്ന് എനിക്കൊരു കത്ത് വന്നു. എനിക്ക് ഹൃദയ സംബന്ധമായ ഒരു മേജർ ഓപ്പറേഷന് വേണ്ടി കൈനിറയെ പണം വന്നു. പിന്നെ ഞാൻ വീട്ടിലേക്ക് പണം അയച്ചില്ല സാർ. കയ്യിൽ കിട്ടാൻ തിരിച്ചിങ്ങനെ ഓടിപ്പോരുകയായിരുന്നു. ഒരു ദിവസം മുമ്പേ എന്റെ കുഞ്ഞു പെങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ. അതെ സാർ. സാർ എത്രയും പെട്ടെന്ന് ഈ പെട്ടിയെന്ന് പരിശോധിച്ചാൽ പുറത്തേക്ക് വിടണം. അത് ഡ്യൂട്ടി അടയ്ക്കാൻ വേണ്ടി ഒന്നുമില്ല. 1-2 വില കുറഞ്ഞ സാരികൾ അമ്മയ്ക്ക് സെറ്റുമുണ്ട് അച്ഛനെ കണ്ടത്, അത്രേ ഉള്ളൂ. അല്ലാതെ വാങ്ങാം സാർ. വാങ്ങാനുള്ളതെല്ലാം പിന്നീടെന്ന് മനസ്സിൽ കുറിച്ചിട്ട് ഞാൻ ഓടി പോരുകയായിരുന്നു. അച്ഛനും പെങ്ങുമോ? ഏത് പെങ്ങും? ഈശ്വര സാർ, ഞാൻ അവരെ തന്നെ വേറെ ഈ ഡിഫക്ഷൻ പോകപ്പെട്ടു വന്ന് ലേഡീസ് മകൾ പെട്ടി കൊടുക്കും. ബാക്കിയെല്ലാം ഞാൻ കൊടുക്കണം. വളരെ പോലും ഇതിന് ബുദ്ധിപരത്തിൽ എന്റെ ഒന്നുമില്ല. ഒരു സ്പ്രേ പോലും. ഓ, അതൊന്നും സാരമില്ല. നമുക്ക് ഇനി വേഗം പോയി പെങ്ങളുടെ അസുഖം. ശരി സാർ. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ആവശ്യപ്പെട്ടത്. സാർ, ഇയാളുടെ സഹോദരൻ ഡോക്ടേഴ്സില്ല. പ്രായമായ അച്ഛനോടൊപ്പം രാവിലെ ഇയാളെ കൊടുക്കാൻ ഇത്തരം കാര്യങ്ങൾ അന്വേഷണ ബാധ്യത ഒരു കസ്റ്റംസ് ഓഫീസറില്ല. അല്ല സാർ, ആരാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നോക്കാൻ മതി. അതിന്റെ അതൊന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോരാ. സാർ, ഇത് എന്റെ ഡ്യൂട്ടിയാണ്. ഞാൻ ഇതിലെങ്കിൽ എന്നെ പരിശോധിക്കാൻ നിൽക്കുന്നത് എന്റെ മേലുദ്യോഗസ്ഥൻ ചെയ്യും. അവർ ഐഡന്റിഫിക്കേഷൻ കണ്ടു ചെയ്യും. എനിക്കറിയാം സാർ, എന്റെ മേലുദ്യോഗസ്ഥ കൽപ്പിച്ചാൽ മതി. എനിക്ക് അനുസരിച്ച് പറ്റൂ. ആരാണ് മേലുദ്യോഗസ്ഥർ? കുറെ സമയമായി പല കമ്പനികളിലും നിങ്ങൾ ഇത് തന്നെയാണ് ആവർത്തിച്ചത്. സാമാന്യ മര്യാദ അനുസരിച്ച് നിങ്ങൾ ആരാണെന്ന് സത്യം എന്നോടെങ്കിലും പറയുന്നത്. ലക്ഷ്യത്തിലെത്തുന്നവരെ എനിക്ക് എന്നതിനെ പരിചയപ്പെടുത്താൻ പാടില്ല എന്നുള്ളൂ. എങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യാനുള്ള അനുവാദ പത്രം എടുക്കൂ. അതൊക്കെ ഞാൻ എപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് അതിന്റെ കോപ്പി കിട്ടണം. കോപ്പി എടുക്കണം. ഞാൻ നോട്ടീസ് ഓഫ് ഡിസ്പായി ഇല്ല എന്ന് തെളിയിക്കാനുള്ള വാദങ്ങൾ തൽക്കാലം സാധ്യമല്ല. സാധ്യമാകാനോ കുറെ നേരമായി നിങ്ങൾ കിട്ടിയതാണ്. ഇപ്പോൾ ധിക്കാരപൂർവ്വം ഇതിനകത്ത് നിലനിൽക്കുന്നു. നിങ്ങൾ ആരാണ്? പറയൂ, എന്തിനകത്ത് പറയല്ലേ? വാഴയില്ലെങ്കിൽ പിടിക്കും. എല്ലാവർക്കും ഞാൻ ആരാണെന്ന് അറിയാൻ ആവശ്യം. എനിക്ക് ആവശ്യം ഈ എയർപോർട്ട് വഴി ഈ രാജ്യത്ത് നുഴഞ്ഞു കയറാൻ സാധ്യതയോ അതിന്റെ ഉറവിടും മനസ്സിലായി. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എന്നെ പോലുള്ള കാര്യമില്ലായിരുന്നു. എന്നിട്ടും പ്രശസ്തന് ഗൗരവം നിങ്ങൾ മനസ്സിലെത്തുന്നില്ല. എത്തണമെങ്കിൽ ഏതെങ്കിലും അന്താരാഷ്ട്ര കുറ്റവാളി ഭീകരന്റെ വേഷപ്പെട്ട് ഇങ്ങോട്ട് എഴുതുന്നു എന്ന് പ്രഖ്യാപിക്കും. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ഭീകരനെ പിടിക്കുന്ന മട്ടിൽ രാജ്യത്തെ ചില സുപ്രധാന ഇടങ്ങളിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടക്കുന്ന ചിലർക്ക് വേണമെങ്കിലും ഒരു ഭീകരനാണ് എങ്കിൽ ആ മട്ടിൽ നിങ്ങളെ ഞാൻ സംശയിക്കുന്നു. ആ സംശയത്തിന്റെ പേരിൽ നിങ്ങളെ ചോദ്യം ചെയ്യാനാകും. സോ യു ആർ അണ്ടർ കം വിത്ത് മീ. ആർഎസിനെ ഞാൻ മാനിക്കുന്നു. ഞാൻ ആരാണെന്നറിയാൻ നിങ്ങൾ കണ്ടെത്തി കൊടുക്കും. പക്ഷേ ഇതേ നാം Now you may see this. Jacob Jain, Assistant Director, Road, Research and Analysis Wing, India. Now listen carefully. Sir, ഇവിടെയും അവരുടെ ബുദ്ധി വഹിക്കുന്നു എന്നാണ് റായുടെ കാഴ്ചപ്പാട്. ഈ അടുത്ത കാലത്ത് വന്ന ബോംബെ കലാപം രാജ്യത്തെമ്പാട് ഒരേ ദിവസം ഒരേ സമയം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക എന്നതാണ് അവരുടെ ബുദ്ധി വന്നത്. അതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് രാജ്യത്തെ ക്രമസമാധാനം തകർക്കുകയും അതോടെ ഭാരതീയ മനസ്സിനെ ചൂഷണം ചെയ്ത് ഇല്ലാതാക്കുകയുമാണ്. ഇനിയും ഒട്ടേറെ പദ്ധതികളാണ്. പറന്നു പോകുന്ന ചിത്രശലഭങ്ങളിൽ പോലും ഒരുതരം പ്രത്യേക ആളുകളെ കുത്തിവെച്ച്
രാജ്യത്തെമ്പാടും മാരകമായ സാംക്രമികരോഗങ്ങൾ വരുത്തുക. അതിനുള്ള വിഷത്തുള്ളികളും മാസ്റ്റർ പ്ലാനുമായി ആരും ഏത് നിമിഷം ഇവിടെ പറഞ്ഞു. അത് കണ്ടുപിടിക്കാൻ അവരുടെ ശാരീരിക പരിശോധന കൊണ്ട് മാത്രമാവില്ല. അവരുടെ പാക്കേജുകൾ, ലഗേജുകൾ, ലെറ്ററുകൾ തുടങ്ങിയ എല്ലാ പരിശോധനകളും ഇത് പോലീസും കസ്റ്റംസിനും ഒരുപോലെ ബാധകമാണ്. എനിക്കെല്ലാം മനസ്സിലായി. നീ നിനക്ക് വേണ്ടിയല്ല, നിന്റെ വീട്ടുകാർക്ക് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. എനിക്കൊന്നും പരിശോധിക്കാനില്ല. നീ പെട്ടി കൊടുക്കും. സാർ, അത് പരിശോധന സംബന്ധിച്ചു അതിനുള്ള സമയമായില്ലല്ലോ. സാർ, ഗതികളുടെ ആകെയായാലും ഒരു പരിധി വരെ കാണാൻ പറ്റും. അത് വീണ്ടും വീണ്ടും ചുരുങ്ങു നോക്കുമ്പോഴേക്കും നിൽക്കുന്നു. അതാ ഞാൻ പിടിച്ചു. Experimental medicines. എവിടെയെല്ലാം കൊണ്ടുപോയി ചോദ്യം ചെയ്യുക, ശരീരം പുറങ്ങലിക്കുമാർ ഉപദ്രവിക്കുക. എന്തിനാ സാറിനോട് കലി? പെറ്റ വീട്ടിലെ വലുപ്പവും പിറന്ന നാടിന്റെ പെരുമയും മറ്റെന്തെങ്കിലും അറിയാമെന്നറിയില്ല. ആ എന്നെ ഒരു രാജ്യദ്രോഹിയായി ജയിലിലടക്കാൻ ശ്രമിക്കരുത്. പരിഹസിക്കരുത് സാർ. ആ മട്ടിൽ ഇന്നോളം മുമ്പോട്ട് തുടങ്ങിയ അച്ഛൻ എനിക്ക് എന്നുമുണ്ട്, ഇന്നുമുണ്ട്. ഈ പാതിരാവിൽ ചുംബിച്ച് ഈ പൊന്നുപോലെ കത്തന്റെ കുടുംബം രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അച്ഛൻ, ആ അച്ഛന്റെ മോനെ സാർ ഞാൻ വിഷതുളികളോ രഹസ്യരേഖകളോ എന്താ സാർ ഈ പറയുന്നതിന്റെ അർത്ഥം? എന്നും കാവുകാർക്കുന്ന ഗ്രാമം, അവിടെ ആരന്തായ്മ കാണിച്ചാലും താളി ഭൂമിക്കുമെന്ന് വിശ്വസിക്കുന്ന ഗ്രാമവാസികൾ, അവർക്കിടയിൽ അവർക്കൊരാളായ സാർ ഞാൻ വളർന്നത്. ഓർമ്മ വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇന്ന് ഞാൻ മറന്നിട്ടില്ല. കള്ളം പറയരുത് പോലെ കണ്ണുപൊട്ടും, കക്കരുത് പോലെ കൈ തളരും,
തൻകാര്യം നേടാൻ അന്യനെ ദ്രോഹിക്കരുത് പോലെ, ചവിട്ടുറപ്പിക്കാൻ ചവിട്ടുനിറം മറക്കരുത് പോലെ, മറന്നാൽ കാവിലമ്മ പോവിക്കുമെന്ന്. ഇതൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. രക്ഷപ്പെടാതിരിക്കുന്ന എന്ത് അപരാധമാണ് സർക്കാർ ചെയ്തത്? നിന്റെ പെട്ടിക്കുള്ള ഇല്ലായ്മയ്ക്കുള്ളത് ഞാൻ കണ്ടെടുത്താൽ കിന്ന് അതെന്താണെന്ന് അറിയുമോ നിനക്ക്? മാരകമായ വിഷം ചേർത്തൊരു പൊടി ജാതി പറഞ്ഞാലും ചോര ഞരമ്പുകൾ ത്രസിക്കുന്ന ഒരു വിഭാഗം വിവരം കിട്ട ജനത ഇവിടെ എല്ലാ ജാതി മതങ്ങളിലും കൊണ്ട് നാലോ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ ഹിന്ദു വർഗീയതയും മുസ്ലിം വർഗീയതയും ജാസ്തിയുള്ളത് അത് ഉപയോഗപ്പെടുത്തി ഒരു രാജ്യത്തിന്റെ കർമ്മനീയത നഷ്ടപ്പെടുത്താൻ അസംബന്ധിച്ചോട് വലിയ കലാപത്തിന്റെ രൂപരേഖയാണെന്ന്. ഇതൊക്കെ ആയിരുന്നു പെട്ടിക്കുള്ളിൽ ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതെല്ലാം ഞാൻ അവിടെ വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. ഇതൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. രക്ഷപ്പെടണമെങ്കിൽ അത് എങ്ങനെ എവിടെ നിന്ന് എന്നെനിക്കറിയണം, അറിഞ്ഞേ പറ്റും. കൊടും ഭീകരനെന്ന് മുദ്രകുത്തി സാറിനെ ചോദ്യം ചെയ്യുമ്പോഴും ഒരിക്കലുമെങ്കിൽ ആരോപിക്കപ്പെട്ട കുറ്റത്തിന്റെ തീവ്രതയല്ല, മറിച്ച് ഈ വിമാനത്താവളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാന്തെടുത്ത് ഓടി നടക്കുന്ന എന്റെ അച്ഛൻ കരയാൻ കഴിയില്ലെങ്കിലും എവിടെയെങ്കിലും ഇതിന്റെ കരയും എന്റെ കുഞ്ഞു പെങ്ങൾ. അതെ, അവർ തന്നെ എനിക്ക് വരുന്നത്. അതിനു വേണ്ടി ഞാൻ വന്നതും അവർക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നത് പോലും. അല്ല സാർ, അല്ല. അറിയില്ല സാർ, അത് ഇവിടെ പോസ്റ്റ് ചെയ്യാനേ പറഞ്ഞുള്ളൂ. അത് എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത് തന്നതാണ്. ഒരു ഇന്ത്യക്കാരനാണ് അദ്ദേഹം. കുറെ കാലമായി ഇന്ത്യ വിട്ട് അവിടെ താമസിക്കുന്നു. ഏതോ കേസിൽ കുടുങ്ങി ഇങ്ങനെ മറ്റു കഴിയുന്നത് കൊണ്ടാണ് എന്റെ കയ്യിൽ തന്നിട്ടത്. ഇവിടെ ഒരു സുഹൃത്തിന് കൊടുക്കുവാൻ. ഈ എയർപോർട്ടിന് പുറത്തെത്തുമ്പോൾ ആരോ സ്വയം പരിചയപ്പെടുത്തിയ സാധനം ഏറ്റു വാങ്ങുമെന്ന് പറഞ്ഞു. അല്ലാതെ ആരെയും ഏൽപ്പിക്കാൻ പറഞ്ഞില്ല. എനിക്ക് അവരെയും കാണാൻ അനുവാദമില്ലേ സാർ? ഇല്ലെങ്കിൽ ഈ കൈകാര്യങ്ങൾ ഛേദിച്ച് എന്നെ ഒരു മാംസപിണ്ഡമാക്കൂ. അച്ഛനും പെണ്ണ പോലെ മറ്റാരെങ്കിലും ഇയാളെ കാണാൻ കാത്തുനിൽക്കുന്നതായിരിക്കും. ഇല്ല സർ, പക്ഷെ അച്ഛനും പെണ്ണിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. പിന്നെ ഇയാളെ കാണാത്തതുകൊണ്ട് അവരാകെ വിഷമിച്ചിരിക്കുകയാണ്. യെസ് സർ, അല്പസമയത്തിന് മുമ്പ് ആ കുവൈറ്റ് ഫ്ലൈറ്റിൽ ആളുകൾ ഇറങ്ങിയപ്പോൾ അവരെ ഗ്രൗണ്ടിൽ നിന്ന് പോലീസുകാർ ഉപയോഗിച്ച് സിഗ്നൽ ഫയർ കേട്ട് അവരാകെ നിരങ്ങിയിട്ടുണ്ടാകും. പിന്നെ ഇയാളെ പുറത്ത് കാണാൻ അവരാകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ മറ്റൊന്നും അവർ അറിഞ്ഞിട്ടില്ല. തൽക്കാലം അവരൊന്നും അറിയില്ല. അവരറിയുന്ന നിമിഷം അതിൽ വിളിച്ചിട്ട് എനിക്കറിയാമല്ലോ. അവരുടെ യെസ് ഞാൻ പറഞ്ഞിട്ടേ നിങ്ങൾ കാണാനാകാത്ത വിഷയം അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ അതോ നിനക്കിപ്പോ ഞങ്ങളെല്ലാം കാണണ്ടേ? രാവിലെ മുതൽ അവർ വിനയത്തിനെ കാണാൻ കൊതിയോടെ കാത്തിരിക്കും. ഒരു പക്ഷേ നിന്നെ കണ്ടാൽ അവരുടെ പകുതി അസുഖം പറയും. പാവങ്ങൾ നിന്റെ കൂട്ടുകാരോ? അല്ല സാർ, ഇവിടത്തെ സാറാ. ഏത് സാറായാലും നിനക്കിപ്പോ വരണമെന്ന് പറയാം. സാറാണെന്ന് എനിക്കറിയാം. എങ്കിലും എന്റെ മോശം കൂട്ടുകാരനാണ്. അവരെ ഇപ്പൊ ഞങ്ങളെ കൂടെ അയച്ചിട്ട് നാളെ കൂട്ടിക്കൊണ്ടു വന്ന് നാളെ കളിക്കുകയോ ചിരിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക.
എനിക്ക് പോകണം, എനിക്ക് എന്റെ അച്ഛനോടെ പോകണം. സാധ്യമാണ് അച്ഛന്റെ പെങ്ങളെ കൂടെ ചെറുക്കിന്റെ വീട്ടിലേക്ക് വേണ്ടിയെന്ന് വെച്ചാൽ എന്താ ന്യായമാണ്? ആ മുഖത്ത് നോക്കി നാല് കുടിക്കാൻ മാത്രമല്ല പറഞ്ഞു. സാറേ, എത്ര കൂട്ടുകാരനാണെങ്കിൽ അവനെ ഇപ്പൊ ഞങ്ങളെ കൂടെ വിടാത്തത് ഞങ്ങളുടെ കഴിവോത്തേരിക്കാരുടെ ഭാഷയിൽ പറഞ്ഞ യുദ്ധ പോക്കത്ത്. ഇത്തരം വർത്തമാനങ്ങളെയാണ് ഞാൻ വന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ നമ്മൾ എത്ര ലക്ഷം രൂപ കഴിച്ചു? അവൻ ഇന്നുവരെ കോടിയിൽ കുറച്ച് ഒടിയോ? അതെ, കടവും കടത്തിലപ്പുറവും വീട്ടാനാകാത്ത വിഷമത്തിൽ അവന്റെ അച്ഛൻ മരിച്ചുപോയ ആ ശവം മൂടാനുള്ള കോടി തുണിയാണ് പറയുന്നത്. സാറേ, എനിക്കിപ്പോ ആവശ്യമില്ല മകനെ. അവനെ വീട്ടിൽ കൊണ്ട് ചെന്നിട്ട് വേണം അവന്റെ പെങ്ങളുടെ ചികിത്സയ്ക്കുള്ള കാശ് അവൻ കൊണ്ട് വന്നിട്ടുണ്ടോന്നറിയാം. തുറന്നു പറയുന്ന ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. നിങ്ങളുടെ മകനെ ഇപ്പോൾ കൂടിക്കൊണ്ടുപോകാൻ സാധ്യമല്ല. അതെന്താ? അവനെ കുറ്റവാളിയല്ല. എന്റെ മുൻ കുറ്റവാളിയല്ല. അവനൊരു കുറ്റവാളിയാകാൻ കഴിയില്ല. ആയിപ്പോയി. നിരോധിക്കപ്പെട്ട പല വസ്തുക്കളും അവനിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അതിലുപരി രാജ്യാന്തര കുറ്റങ്ങളും അവൻ പ്രതിയാവുന്ന സംശയിക്കുന്നു. അപ്പോൾ എന്റെ മോനും കൂടാതെ ഞങ്ങൾ പോയില്ല. ഇങ്ങനെയൊക്കെ വെച്ചാൽ നേരെ മുഖത്തോടൊപ്പം കാണാനൊക്കെ ഞാൻ അവനെ ഏതെങ്കിലും ജയിലിൽ തള്ളിയിടും. ചെന്നൊഴിച്ച് ഞാൻ അവനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കും. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് പോകണം. ഞാൻ പോകാം സാർ. പക്ഷേ എന്റെ മകൾ അവനെ കാണാതെ വീട്ടിലേക്ക് വരുന്നത് എന്താ? അവളവനെ കണ്ടിട്ട് പോകട്ടെ. ഒരു കുറ്റവാളി എന്ന നിലയിൽ എന്തൊക്കെ ചോദിച്ചാലും സാറേ, എന്തും സഹിക്കാനുള്ള കഴിവെനിക്കുണ്ട്. എന്റെ അവസാന ശ്വാസം നിലയ്ക്കുന്നത്. പക്ഷേ എന്റെ മകൾ അവൾ അവനെ ഒരു കുറ്റവാളിയായി അങ്ങനെയാകാത്ത വിധത്തിൽ അവളെ നിന്ന് കാണിക്കണം. കൂടിക്കൊണ്ടുവരും. ഞാൻ അവളെ പറഞ്ഞിട്ടേ അതെ, ആ ഓർക്കാപ്പുറത്ത് കേട്ട വെടിയേറ്റങ്ങൾ മരിച്ചിരുന്നുവെങ്കിൽ അത് തോന്നി. എങ്കിലും എന്റെ കുഞ്ഞിനോടൊരു വാക്ക്, മോളുടെ അസുഖം മാറാനുള്ളതെല്ലാം ഈ വിനേട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. മോളെ ഏത് ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള പണം നമ്മുടെ അച്ഛനെ ഏൽപ്പിക്കാം. വിനേട്ടൻ ഇന്ന് തന്നെ മടങ്ങി പോണം മോളെ. അതുകൊണ്ട് വിനേട്ടൻ ഇന്ന് ഇവിടെ തന്നെ മടങ്ങി പോകും. പോവാതിരിക്കാൻ പറ്റില്ല മോളെ. ഒരു വലിയ ജോലിയായി വിനേട്ടനുള്ളത്. ഒരു ദിവസത്തെ ലീവ് പോലുമില്ല. എന്റെ ചേട്ടൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത് ധീരകൃത്യം. പറഞ്ഞു കൊടുക്കണ ഞാൻ പറയാം, എന്റെ ജീവൻ പോലെ പറയാം. ഈ എയർപോർട്ടിൽ പുറത്തെത്തുമ്പോൾ ആരും സ്വയം പരിചയപ്പെടുത്തിയ സാധനം ഏറ്റു വാങ്ങുമെന്ന് പറഞ്ഞു. അവർ സ്വാമി എന്ന കോഡ് ഉപയോഗിച്ച സാധനം ഏറ്റു വാങ്ങുമെന്ന് പറഞ്ഞു.
ചോദിക്കാൻ എന്റെ മുന്നിൽ മാർഗങ്ങളുണ്ട്. പിടിച്ചിറക്കി വിടാൻ ഇനിയുമുണ്ട് സാറെ ആളുകളേറെ. അവരെ എല്ലാം ഒഴിവാക്കാൻ സാറിനാകുമോ? എങ്കിൽ അത് തന്നെ നടക്കട്ടെ. സാറിവിടെ തടവിലിട്ടിരിക്കുന്നത് എന്റെ മകന് മാത്രമല്ല. ഏതോ കേസന്വേഷണത്തിനെന്ന് പറഞ്ഞു ഞങ്ങളോടും ഇവിടുന്ന് പോകണ്ടെന്ന് പറഞ്ഞു. തെളിവെടുപ്പിൽ ഇനി ആളെ വേണം. വേണ്ട, എല്ലാ തെളിവുകളും അവന്റെ പക്കലുണ്ട്. പോരാത്തവർക്ക് എയർപോർട്ട്. അപ്പോൾ ഞങ്ങൾ ബഹളം ഉണ്ടാക്കാൻ ഇവിടെ വിടാതെ പോകണം. വേണ്ട, അവനെ തൂക്കിലേറ്റുന്നത് കണ്ടുപിടി ഞങ്ങൾ പോകാം. എല്ലാ തെറ്റും എന്തിനാ? കയ്യിൽ കിട്ടിയ പ്രതി കയ്യാമ വെച്ച് ഏതെങ്കിലും ജയിലടക്കണമല്ലോ. ചെയ്യാത്തതിന് പിഴയും പോകും. ഞാൻ പിഴ മുറിക്കൊള്ളാം സാർ. കുറച്ച് പിള്ളേരുടെ ഗതികെട്ട അച്ഛനായി പോയത് അവരെ നേരെ ചിന്തയെ വളർത്താൻ പ്രാപ്തിയില്ലാത്തവനായി. തറവാട് പണയം വെച്ച കാശ് കൊണ്ട് മകനെ ഗൾഫിലയച്ചു. അവനെ കൊണ്ട് കടം വീട്ടാമെന്ന് പെൺപിള്ളേരെ കെട്ടിച്ചയക്കാമെന്ന് മനപ്പായസം കൊണ്ട് നടത്തുന്നത്. ഞാൻ പറഞ്ഞത് രാജകാര്യമാണ്. ആ രാജ്യത്തെ ഒരു ഗതികിട്ട പ്രേതത്തിന്റെ കഥയാണെന്നാണ് ഞാനും പറയുന്നത്. എങ്കിലും ഒന്ന് ചോദിക്കട്ടെ, എന്റെ മകൻ അവൻ കുറ്റവാളിയാണോ? കുറ്റകൃത്യത്തിന് ആധാരമായ എല്ലാ വസ്തുക്കളും അവനിൽ നിന്ന് കണ്ടുപിടിച്ചു. ആ നിലയ്ക്ക് അവൻ കുറ്റവാളിയാണ്. അവനൊന്നിലേക്കും മോചനമില്ല. എന്തൊക്കെ ചോദിച്ചാൽ എങ്കിൽ ഞങ്ങൾ ബാക്കിയുള്ളവർക്ക് ഒരു കടുത്ത തീരുമാനമെടുക്കാൻ. എന്ത് തീരുമാനം? തുറന്നു പറയുന്നത് കൊണ്ട് മറ്റൊന്നും വിചാരിക്കരുത്. കണ്ണുകൾ എന്റെ മക്കൾ നെറ്റിക്കിടക്കിന്റെ കിടക്കി നടക്കുന്നതിനാണ് എനിക്ക് വയ്യ. അവളെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള പണം എന്റെ കയ്യിലില്ല. ആകെ ഉണ്ടായിരുന്ന ഒരാശ്രയം എന്റെ മകനായിരുന്നു. അവനെ ഇപ്പോൾ ഇങ്ങനെ എന്ന് വെച്ചാൽ ലോകത്താരും അറിയാതെ അവന്റെ പെങ്ങന്മാർക്കും തള്ളയ്ക്കും വിഷം കൊടുത്ത് കൊന്നിട്ട് സാറേ, വിശപ്പിന് മണ്ണ് വാരി കൊടുത്ത് ഞാൻ എന്റെ മക്കളെ വളർത്തിയിട്ടില്ല. ഗതികേടിന് ആരുടെ മുന്നിലും കൈ നീട്ടി നിന്നിട്ടുമില്ല. കട്ടോ ഓടിച്ചോടി ഇരിക്കണമായിരുന്നെങ്കിൽ എനിക്ക് എന്റെ മുതലാളിയുടെ മേശയെന്ന് കഴിഞ്ഞിട്ട് വരാമായിരുന്നു. ആ ഗതികേടിനും അങ്ങനെ ചെയ്തിട്ടില്ലാത്ത എന്റെ മകൻ ഇപ്പോൾ ഇങ്ങനെ എന്ന് വെച്ചാൽ അവൻ തന്നയ്ക്ക് നടക്കാത്തവരെന്ന്. വേണ്ട, അങ്ങനെ ഒരുത്തൻ നിനക്ക് ചേട്ടനായിട്ടും എനിക്ക് മകനായിട്ടും വേണ്ട. വേണ്ട. ആ പാപത്തിന്റെ വിഷയം എന്ന് പറയാൻ വേണ്ട. ഞാൻ അവനെ കൊണ്ട് അയക്കാം. നിങ്ങൾ അച്ഛനും മക്കളും കൂടെ അവനോട് ചോദിക്കുക. അവൻ ഈ കുറ്റത്തിൽ പങ്കെടുത്താകുന്നു. അങ്ങനെയെങ്കിൽ സത്യം തെളിയിക്കും. അവൻ ഈ സ്വീകരിക്കും. അടിക്കരുത്. അടുക്കുന്നതിന് മുമ്പ് എനിക്കൊന്നറിയണം. എടാ, നീ നിന്റെ ഈ അച്ഛനെ മക്കളെ, നാട്ടുകാരെ കൊണ്ട് രാജ്യദ്രോഹിച്ചെന്ന് തെളിയിക്കുന്നതിന് മുമ്പ് എന്റെ പൊന്നുപോലെ ഈ കുറ്റകൃത്യത്തിൽ നിനക്കെന്താ പങ്ക്? ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല അച്ഛാ. ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ചില കത്തുകളൊന്നും ഞാനത് കൊണ്ടുവന്നു. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ചില സാധനങ്ങൾ തന്നു. ഞാൻ അതും കൊണ്ടുവന്നു. എനിക്കറിയില്ല. സത്യം എന്താണെന്ന് വെച്ചാൽ എന്റെ പൊന്നു കൊടുത്തോളും. ഒരു കുരുക്കും എനിക്കറിയില്ല അച്ഛാ. അറിയാവുന്നത് ഒന്നേ ഒന്ന്. ജോലി ഇല്ലാതെ നാട്ടിലേക്ക് മടങ്ങാൻ ശ്രമിക്കുമ്പോൾ ഒരാൾക്കൊരു ജോലി തന്നു. പെങ്ങളുടെ ചികിത്സയ്ക്കുള്ള പണം തികയാതെ വന്നപ്പോൾ ജോലി ചെയ്ത് തീർത്താൽ മതിയെന്ന് പറഞ്ഞ് കുറച്ച് പണം കടം തന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ അയാൾ പറഞ്ഞ കാര്യം ഞാൻ എങ്ങനെയാ അഭിനയിക്കുന്നത്? നമ്മുടെ കുറ്റമറിയാൻ അവനെ ആരോ ചോദിച്ചത്
ഇവിടെ നിയമമുണ്ടെങ്കിൽ, നിയമപാലകരുണ്ടെങ്കിൽ അവരെ ആ കൂട്ടേണ്ടത്. നിങ്ങളാ കുറ്റവാളികൾ. യഥാർത്ഥ കുറ്റവാളികളെ കൂട്ടാൻ കഴിയാത്ത നിങ്ങളാ കുറ്റവാളികൾ. സഹോദരിയുടെ ശവദാഹത്തിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു ഡെഡ് ബോഡി കിട്ടാൻ വളരെ പാടുപെട്ടിരുന്നു. അവർക്കെതിരെ ജനങ്ങൾ ഇരമ്പി മലയുകയായിരുന്നു. അവസാനം അവർ ചിതയിൽ വെക്കാൻ പോയി പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ടിവന്നു. തളരും എന്തു വന്നാലും നീ ഇപ്പോൾ തളർന്നാൽ എന്റെ സഹോദരിയുടെ മരണം പോലും ഒരു കൊലപാതകമാണ്. അതെ, ഇതിനൊക്കെ കാരണക്കാരൻ ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ജാക്കബ് ഡാനിയലാണ്. അതെ, അയാളാണ് നിന്റെ ബംഗാളുള്ളത്. ക്ഷമിക്കണം സാർ, ക്ഷമിക്കണം. ഞാൻ കുറ്റവാളിയാണെങ്കിൽ നിങ്ങൾക്കെന്നെ ജയിലടയ്ക്കാം. പക്ഷേ ഈ ലോകത്ത് ഇന്ന് വരെ ഒരാളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത എന്റെ കുഞ്ഞു പെങ്ങളുടെ ജീവൻ എനിക്ക് മടങ്ങി തരണം. കഴിയുമോ സാറിന്? എന്നാ എന്നെ കൂടി ഒന്ന് കൊന്നു തരുമോ? ഞാൻ പറഞ്ഞില്ലേ സാർ, എന്നെ പോലുള്ളവർക്ക് ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, കുടുംബത്തിന് വേണ്ടി ജീവിക്കുക. എന്നാലാവുന്നതെല്ലാം ഞാൻ ചെയ്തു. പക്ഷെ പിന്നെ എന്നെ ചതിച്ചു കളഞ്ഞു. ഇനി എനിക്ക് രക്ഷപ്പെടണമെന്നില്ല സാർ. എന്നെ ഒന്ന് മരിക്കാനെങ്കിലും അനുവദിക്കൂ. സ്വപ്നത്തെ ചിതയൊരുക്കി ആ ചിതയിൽ വെച്ച് കഴിച്ചിട്ടാണ് കഴിഞ്ഞതാണ്. എല്ലാം കഴിഞ്ഞു. അടിയിൽ നിന്ന് ആ വീട്ടിലെ അവശേഷിക്കുന്ന പറമ്പിൽ ഇനിയുമുള്ള ശവദാഹങ്ങൾ നടത്താൻ അവിടെ നിന്ന് ബുദ്ധിമാവിന്റെ മകൾ എന്റെ മകൾക്ക് ധാരാളം അതിന്റെ ചുവടുമുറി എനിക്കും നിനക്കും അത് ധാരാളം. മരണത്തിന്റെ പേരടി ശബ്ദങ്ങളെയും അടുത്തു. എന്റെ മകളുടെ കൊലപാതകയാണോ പറയുന്നത്? ഞാൻ അറിയുന്നില്ല. നിങ്ങൾ
എങ്കിൽ പോലും ആയിരങ്ങളുടെ രക്ഷയ്ക്ക് ആ മരണം ഒരു ഹേതുവായിട്ടുണ്ടെങ്കിൽ അതും രാജ്യനന്മയ്ക്ക് നിമിത്തമായി ഞാൻ കാണുന്നു. കുറ്റകൃത്യത്തിന് നൃത്തം കാണാതെ മരണം രാജ്യനന്മയെ നൃത്തം കാണില്ല. കാണും, ഏത് മനുഷ്യനെയും. എന്താ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കയ്യാമഞ്ചയുടെ തടരെ കൊണ്ടുവരാൻ കഴിയാവുന്ന കുറ്റവാളി ആരെ കൊണ്ടുവരും. കസ്റ്റംസിൽ വിലക്കിയ അസിസ്റ്റന്റ് കളക്ടർ നിങ്ങൾ അറിയുമോ? കാര്യം അന്വേഷിക്കും. നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചെന്ന് എനിക്കറിയാം. ഒന്ന് മനഃപൂർവ്വമായിരുന്നില്ല, ഞാനത് കേട്ടിരുന്നു. അപ്പോൾ എന്റെ മകനും രാജ്യനന്മയ്ക്കുള്ള പടയോട്ടത്തിൽ എനിക്ക് പറ്റുന്ന കൈബന്ധം എന്ന് വേണം തിരിച്ചറിയാൻ. എങ്കിലും ഒന്ന്, അവൻ അറിയാതെ ചെയ്ത ആ കുറ്റത്തിനുള്ള ശിക്ഷ അത് അവനെ ഏൽപ്പിച്ചവർക്ക് തന്നെ കൊടുത്തിരിക്കും. ഉറപ്പ്. ക്ഷമിക്കണം സാർ. ഒരു രാജ്യദ്രോഹിയുടെ കുടുംബത്തിൽ ഇനി ആരും അവശേഷിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ അവശേഷിച്ച അവന്റെ പെങ്ങൾക്കും തള്ളയ്ക്കും വിഷം കൊടുത്തു കൊണ്ടിട്ടാണ്. നീ നിരപരാധിയാണ്. നീ രാജ്യദ്രോഹിയെ തെരഞ്ഞു. നിനക്ക് വീട്ടിൽ പോവാം. Conservative Welfare Association.